പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രത്യേക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ജയത്തോടെ നടത്തുന്നവനായ ദൈവം ഹല്ലേലൂയ. ഈ നിമിഷം വരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ഹല്ലേലൂയ ദൈവം നടത്തിയ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നിർത്തിയതാണ്, നമ്മൾ സ്വയമേ നിൽക്കുന്നതല്ല. ദൈവം നിർത്തിയ ആ വിധങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അല്പനേരം പ്രൈസ് ദി ലോർഡ് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ തിരികെയാണ്. സമയം അധികമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ വളരെ പെട്ടെന്ന് തന്നെ ഈ വചന ശുശ്രൂഷയിൽ നിന്നും ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച വിഷയം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. വിഷയം ഓർമ്മയുള്ളവരെന്ന് കൈ ഉയർത്തിയാൽ നല്ലതാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ അങ്ങേ സൺഡേ, കഴിഞ്ഞ സൺഡേ പ്രസംഗിച്ചത് എന്തായിരുന്നു? Let it go. Praise the Lord. കഴിഞ്ഞ അങ്ങേ ആഴ്ച പ്രസംഗിച്ചത് ഓർമ്മയില്ല. Praise the Lord. അതാണ് നമുക്ക് വരുന്ന കുഴപ്പം. Praise the Lord. അത് ഒരു ഭാഗമായിരുന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക മാത്രമല്ല, നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മളൊന്ന് അയവിറക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വചനം എന്തായിരുന്നു? അത് നമ്മുടെ പ്രയാസവേളയിൽ നമുക്കൊരു ബലം തരണം. നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ കറക്റ്റ് വഴിയിൽ കൊണ്ടുവരണം. പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വചനം നമ്മളെ നേർവഴിയിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ വചന ശ്രവണം ഹല്ലേലൂയ വചനം ശ്രവിക്കുന്നത് അല്ലേ. വേദപുസ്തകത്തിന്റെ മുമ്പിൽ പോയിരിക്കുന്നത്, വേദപുസ്തകം വായിക്കുന്നത്, പ്രസംഗങ്ങൾ കേൾക്കുന്നതൊക്കെ അതിനു വേണ്ടിയാണ്. നമ്മുടെ ഒരു ആത്മീയ ഉണർവിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭൗതിക ശരീരത്തിന് ആഹാരം വേണം, നമ്മുടെ ഭൗതിക ശരീരത്തിന് വെള്ളം വേണം, ഈ ഫ്ലഷിന് ഇതൊക്കെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ മണ്ഡലത്തില് എന്ത് വേണം? ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവത്തിന്റെ വചനം അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരോട് പറഞ്ഞിരുന്നു? റെഫറൻസ് പറഞ്ഞു 2 ക്രോണിക്കൽ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചത്. എല്ലാം ഹിസ്കിയാവിന്റെ കാലത്ത് രാജാവായപ്പോൾ അവന്റെ അപ്പൻ ചെയ്തതായ അതേപോലെ ശുചീകരണ പ്രവൃത്തി ദൈവത്തിന് പ്രസാദമായതൊക്കെ ചെയ്തു. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട രീതിയിലെല്ലാം ചെയ്തു വന്നപ്പോൾ ആത്മീയ മണ്ഡലത്തിലുള്ളത് ഉയർന്നു വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇത് കാണുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടാതിരുന്നപ്പോൾ അവർക്ക് എതിരായി ഒരു ശത്രു സൈന്യം എതിരെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. വിഷയം ഇതായിരുന്നു, അപ്രതീക്ഷിതമായ ഒരു യുദ്ധം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ അപ്പോൾ ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്വർഗത്തിലെ മൗനം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ആർക്കും അപ്രതീക്ഷിതമായാലും പ്രതീക്ഷിച്ചായാലും ഒരു പ്രശ്നവും ഇല്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകരുത്, പ്രശ്നമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വന്നാൽ എന്തായിരിക്കണം നമ്മുടെ മുൻകരുതലുകൾ? എന്തൊക്കെ ചെയ്തു? പ്രൈസ് ദി ലോർഡ്. കോട്ട കെട്ടി. അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് താഴ്മയായി. പ്രൈസ് ദി ലോർഡ്. താഴ്മ ധരിച്ചു നമ്മൾ വായിച്ചു. കോട്ട കെട്ടി 2 കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ ആരാധനയ്ക്ക് സമയം വേർതിരിച്ചു. പ്രാർത്ഥിക്കാനായിട്ടൊരു ദൈവപുരുഷനെ കണ്ടെത്തി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയപ്പോൾ എതിരെ വന്ന എതിരാളിയെ എന്ത് ചെയ്തു? ദൈവം ഓടിച്ചു. ഹല്ലേലൂയ. അതാണ് തിരുവചനം പറയുന്നത്, നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. നിനക്കെതിരായി ഉണ്ടാകുന്ന, നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചോണം, ഹല്ലേലൂയ, നമുക്കെതിരായ ആയുധങ്ങളുണ്ട്, ആയുധം ഉണ്ടാക്കുന്നവരുണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ ആ ദുഷ്ട പിശാചിനെ ഹല്ലേലൂയ കാൽവറിയുടെ മലമുകളിൽ പ്രൈസ് ദി ഹല്ലേലൂയ ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ശാപത്തിന് പരിഹാരമായി, നമ്മുടെ രോഗത്തിന് പരിഹാരമായി പ്രൈസ് ദി ഹല്ലേലൂയ നമ്മുടെ സർവശക്തനായ കർത്താവ് പ്രൈസ് ദി ഹല്ലേലൂയ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ആ രക്ഷ സൗജന്യമാണ്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് കൃപയാൽ നമുക്ക് കിട്ടിയതാണ്. ഹല്ലേലൂയ. എന്താണെന്നറിയോ? അതാണ് ദൈവത്തിന്റെ കൃപ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഡോണി പ്രസംഗിച്ചതുപോലെ ഈ കൃപയുടെ കാലം തീരാൻ സമയമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയുടെ കാലം തീരുമ്പോൾ ഹല്ലേലൂയ പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഇഷ്ടംപോലെ കൃപകളുണ്ട്. ഹൈപ്പർ ഗ്രേസ് വരെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. സ്വത്രം. ഹൈപ്പർ ഗ്രേസ് എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ പ്രൈസ് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാനായിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃപയെ ഉപകരിക്കരുത്. ഇത് കേൾക്കുന്നവർ, വീഡിയോ കേൾക്കുന്നവർ ഹല്ലേലൂയ ഇത് ശ്രദ്ധിക്കണം. പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കൃപ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പുറംപറമ്പിൽ കിടന്ന് നമ്മളെയും പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം പ്രൈസ് ഹല്ലേലൂയ ജനമാക്കി തീർത്ത ആ ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ അർഹതയുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഈ കൃപയിലാണ് നാം ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 10 മുതലുള്ള വാക്യം. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു നിന്ന് കരയുന്നതിനിടയിൽ അവൾ കരയുന്നതിനിടയിൽ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എന്നാൽ മറിയ അവരോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ദൂതന്മാർ ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ച് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. അവൾ അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത്. എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ നിരൂപിച്ചിട്ട് അവൾ, യജമാനി, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു. എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്നു, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട്. യേശു കർത്താവ് മഗ്ദലക്കാരത്തി മറിയോട് ചോദിക്കുന്ന 2 ചോദ്യം. ഒന്ന്, മറിയേ, സ്ത്രീയെ, നീ കരയുന്നത് എന്താ? വുമൺ, why you are weeping? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നീ ആരെ തിരയുന്നു? 2 ചോദ്യം ഈ മഗ്ദലക്കാരത്തി മറിയോട് ചോദിക്കുകയാണ് യേശു. ഒന്ന്, വുമൺ, why are you weeping? രണ്ടാമത്തെ ചോദ്യം, who are you seeking?
അതിന് തൊട്ട് മുകളിലുള്ള വാക്യം എങ്ങനെയാണ്? അങ്ങനെ ശിഷ്യന്മാർ എവിടെ പോയി? വീട്ടിൽ പോയി. എന്നാൽ മറിയ കല്ലറയ്ക്ക് വെളിയിൽ നിന്ന് എന്ത് ചെയ്യുക? കരഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിന്റെ മേളിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടെ വായിച്ചാൽ ഈ യോഹന്നാനെ കുറിച്ച് വിഷയത്തിൽ അല്പം മുമ്പ് വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ തന്നെയും ഈ യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ തന്നെ പറയുന്ന ഒരു പദമുണ്ട്. ഈ അധ്യായം യോഹന്നാനാണ് എഴുതിയത്. യേശു വളരെയധികം സ്നേഹിക്കുന്ന യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്ന ആ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത്. എന്നാൽ യോഹന്നാൻ എവിടൊക്കെ യോഹന്നാന്റെ പേര് പറയുമോ അവിടെ പേര് പറഞ്ഞിട്ടില്ല. എന്താണ് അവിടെ പറഞ്ഞത് അറിയാമോ? ഇച്ചിരി മേലോട്ടുള്ള ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 20-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. ആരുടെ അടുക്കൽ ചെന്ന്? പത്രോസ് വാസന്റെ അടുത്തും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ. നമ്മളൊക്കെ എന്തോ എഴുതുന്നേ? റവറൻഡ്, ഡോക്ടർ, ഇങ്ങനെയൊക്കെ പാസ്റ്റർ ബിജുവിന്റെ അടുക്കൽ അല്ലേ? എന്തൊക്കെ എഴുതി വെക്കാവോ അതൊക്കെ മുമ്പിൽ എഴുതി വെക്കും. എന്നാൽ ഇവിടെ യോഹന്നാനെ കുറിച്ച് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യേശുവിന്റെ പ്രിയനായ ശിഷ്യൻ. അതാണ് നമുക്കും വേണ്ടത്. എന്താണെന്ന് അറിയാമോ? ഒരു ഹ്യൂമിലിറ്റി, ഒരു താഴ്മ. നമ്മൾ എന്തെല്ലാം ആയി തീർന്നാലും ഇതിന്റെ എല്ലാം കാരണഭൂതൻ ആരാണ്? എന്നെ ഉയർത്തിയ, എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന, എന്നെ തലമുറകളെ തന്ന് മാനിച്ച ദൈവമാണ് സകല മഹത്വത്തിന് യോഗ്യൻ, സകല മാനത്തിന് യോഗ്യൻ. ഞാൻ ഇതിനൊന്നും ആരില്ല, അർഹതയുള്ളവനല്ല, യോഗ്യതയുള്ളവനല്ല. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഫോൺ, ഇപ്പൊ എന്തൊക്കെയാ പുതിയ ഫോണുകൾ പിടിച്ചിട്ടുണ്ടല്ലേ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ പിടിച്ചു കുഞ്ഞിനോട് പറയണം, നമ്മൾ ഇതിനൊന്നും അർഹതയുള്ളവരല്ല. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ കടന്നു വരുവാൻ നമ്മൾ അർഹതയുള്ളവരല്ല. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ. ഹല്ലേലൂയ. ജോലിയില്ലാതെ നാട്ടിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഹല്ലേലൂയ നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നതും ഒരു താഴ്മയാണ്. ഹല്ലേലൂയ. കാരണം ഡംബ ഉള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തത്. ഞാനെല്ലാം ആണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, നാം എല്ലാം എന്നുള്ളതല്ല. ഹല്ലേലൂയ. എന്നേക്കാൾ ഉപരിയായവൻ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. അവനേക്കാൾ വലിയവനായി വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനത്തിൽ കീഴ്പ്പെടണം. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിക്കുന്നവരായി. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ എന്ന് പറഞ്ഞാൽ ദാവീദ് ആരോടാ? മറ്റുള്ളവരോടല്ല പറയുന്നത്. ദാവീദിനോട് തന്നെ പറയണം, എൻ മനമേ യഹോവയെ വാഴ്ത്തണം. അഹങ്കാരം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തെ ഇടിച്ചമർത്തണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഹല്ലേലൂയ, എന്റെ ദൈവമാണ് എന്റെ ജീവിതത്തിൽ എല്ലാമില്ല. യോഹന്നാൻ പറയുക, ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശുവിന് ഒരു പക്ഷപാതം ഉണ്ടായിരുന്നോ? ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ അന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. യേശുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിന്റെ വചന ശുശ്രൂഷയിൽ ഒരുപാട് ജനം തിങ്ങിക്കൂടിയിരുന്നു. എന്നാൽ തിങ്ങിക്കൂടിയ ജനങ്ങളെല്ലാം, ജനത്തിന് ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ജനത്തിന്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ആരെ വേണ്ട? യേശുവിനെ വേണ്ട. ചിലർ രോഗസൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വരുന്നവരുണ്ട്. അക്കാലത്ത് രോഗസൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വരുന്നവർ, ഭൂതശാന്തിക്കായി യേശുവിന്റെ അടുക്കൽ വന്നവർ,
പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ അവരെ ഉയർപ്പിക്കുവാൻ വേണ്ടി ആവശ്യമായി യേശുവിന്റെ അടുക്കൽ വന്നവർ. എന്നാൽ ആഹാരം കഴിക്കാൻ യേശുവിന്റെ അടുക്കൽ വന്നവർ. എന്നാൽ യേശു ശക്തമായ ഭാഷയിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ യേശു സംസാരിച്ചു തുടങ്ങിയപ്പോൾ, യേശുവിന്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാണെങ്കിലും ഹല്ലേലൂയ, ശക്തമായ ഭാഷയിൽ ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ he lost the crowd. ഹല്ലേലൂയ. കൃപയുടെ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ ഒരുപാട് കൂടും. കൃപയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ, ഉപദേശം പറയുമ്പോൾ ഹല്ലേലൂയ, ജനം വചനം അനുസരിക്കാതെ മടങ്ങിപ്പോകാം. അത് ആ കാലത്ത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും അവന്റെ വാക്ക് കഠിനമെന്ന് തോന്നി എന്ത് ചെയ്തു? അവനെ വിട്ടുമാറിപ്പോയി. അപ്പോൾ യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, പത്രോസിനോട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. പത്രോസ് പറയുന്ന പ്രകാരമാണ്, നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആഹാരത്തിന് വേണ്ടി വരുന്നവർ, അനുഗ്രഹത്തിന് വേണ്ടി വരുന്നവർ, രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്നവർ എല്ലാം മടങ്ങിപ്പോകുമ്പോൾ തന്നെ, എന്നാൽ നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാനും യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാനും ഹല്ലേലൂയ ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത ഇപ്രകാരമാണ്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത. ഇതാണ് നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ, ആ നിത്യതയെ അവകാശമാക്കുന്ന വചനങ്ങൾ ശ്രമിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഇവര് രണ്ടുപേരും, ഈ മദ്ദലക്കാരത്തി മറിയ, ഇവർ രണ്ടുപേരെ ചെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഓട്ടം തുടങ്ങി. വീട്ടിൽ നിന്ന് തുടങ്ങി ഓട്ടം തുടങ്ങി. അവിടെ എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? ഇരുവരും ഒന്നിച്ചോടി. 4 വാക്യത്തിൽ 24, ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആരാത്? യോഹന്നാൻ. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്നു ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. എന്നിട്ട് അവർ പറയാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ശിഷ്യന്മാർ വീട്ടിൽ പോയത്. ഇവർക്കിത് മതി, ഇതെല്ലാം കണ്ട് ഇനി എന്ത് ചെയ്യാം? ഇനി വീട്ടിൽ പോകാം. പക്ഷെ ആവശ്യബോധത്തോടുകൂടെ എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. അവൾക്ക് പറയാൻ സാധിക്കും, എൻ്റെ യേശു എൻ്റെ ഒരു ഏക ആശ്രയമായിരുന്നു. എൻ്റെ യേശു എൻ്റെ ഉടയവനാണ്, അവൻ എൻ്റെ പ്രത്യാശയാണ്. എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം. അതുകൊണ്ടാണ് കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് കരയുകയും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കുനിഞ്ഞു നോക്കുകയും ചെയ്യുന്നു. എനിക്ക് കാണണം, എൻ്റെ യേശുവിനെ കാണണം. നിങ്ങൾക്കറിയാമോ, ആവശ്യബോധത്തോട് നിന്ന് ആ സ്ത്രീയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഈ വചനത്തിന്റെ ഒരു മർമ്മം വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ ഇപ്രകാരം നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ചുമ്മാതെയും പള്ളിയിൽ പോകാം, ആവശ്യബോധത്തോടെയും പള്ളിയിൽ പോകാം. ചുമ്മാതെയും ദൈവസന്നിധി ചെല്ലാം, ആവശ്യബോധത്തോടെയും ദൈവസന്നിധി ചെല്ലാം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ വചനത്തിങ്കൽ എന്ത് ചെയ്യണം? തീ കത്തണം. വചനത്തിങ്കൽ തീ കത്തണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ മംഗളവും മനോരമയും വായിക്കുന്നതിന്റെ കൂട്ട് വായിക്കാനുള്ളതല്ല. പ്രൈസ് ദൈവത്തിന്റെ വചനത്തിനകത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ, ദൈവമേ നീ എന്നോട് സംസാരിക്കണം, ഈ വചനത്തിലൂടെ നീ എന്നോട് ഇടപെടണമെന്ന് നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ, ഒന്നുകിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഇടപെടും. പ്രൈസ് ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മോട് സംസാരിക്കും. അതല്ലെങ്കിൽ ദൈവദാസന്മാർ കടന്നു വന്ന് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു മനോഭാവത്തോടെ ഇരുന്നാൽ ഹല്ലേലൂയ, നമ്മുടെ എല്ലാ
എല്ലാം അറിയുന്ന, നമ്മൾ നന്നായി അറിയുന്ന പ്രൈസ് ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ സകല ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയും ഹൃദയങ്ങളുടെ വിചാരങ്ങൾ ഞാൻ അറിയുന്നില്ല പ്രൈസ്, എന്നാൽ സകലവും നന്നായി അറിയുന്ന അവന്റെ മുന്നിൽ തിരുവചനം പറയുന്നത് സകലവും പ്രൈസ് ഹല്ലേലൂയ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ഹല്ലേലൂയ. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് പ്രൈസ് ഹല്ലേലൂയ. ഒരു സഭയിലെ പാസ്റ്ററുമായിട്ടല്ല ഹല്ലേലൂയ, ഒരു സഭയിലെ വിശ്വാസിയുമായിട്ടല്ല ഹല്ലേലൂയ. നമുക്ക് കാര്യമുള്ളത് പ്രൈസ് നമ്മെ നന്നായി അറിയാവുന്ന പ്രൈസ് ഹല്ലേലൂയ, നമ്മുടെ നിരൂപണങ്ങൾ നന്നായി അറിയാവുന്ന, നമ്മളെ ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന ഹല്ലേലൂയ പ്രൈസ്. ആ ദൈവത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ സകലവും നഗ്നവും മലർന്നതുമായാണ് കിടക്കുന്നത് ഹല്ലേലൂയ. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആ ദൈവത്തെ ഒളിപ്പിച്ച് ഒരു കാര്യം ചെയ്യാനും എന്ത് കാര്യമായാലും ഒരുപാട് നാൾ ഒളിപ്പിക്കാനൊക്കത്തില്ല. അടുത്തിരിക്കുന്ന പറയട്ടെ, കുറച്ചുനാൾ ഒളിപ്പിക്കാം, പക്ഷെ പുറത്തു വരുമെന്ന് പറ. ഹല്ലേലൂയ. കുറച്ചുനാൾ ഒളിപ്പിക്കാം, പിന്നെ പുറത്തു വരാം. മോശ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. അവന് കുറച്ചാളെന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെക്കുമ്പോ എന്തോ കേൾക്കും? കരച്ചിലും കൂവലും വിളിയും ഒക്കെ എന്ത് ചെയ്യും? പുറത്തു വരും. കൊച്ചിനോട് ഒരിക്കലും മിണ്ടാതിരിക്കാൻ പറയാൻ ഒക്കത്തില്ല. കൊച്ചന്റെ സ്വഭാവമാണ് കരയാന്നുള്ളത്. നിങ്ങളുടെ നേഴ്സുമാർ നിങ്ങളെല്ലാം അമ്മമാരാ. കൊച്ചിന്റെ സ്വഭാവമാണ് കരയാന്നുള്ളത്. ഈ കരയുന്നതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് അച്ഛന്മാർക്ക് അറിയത്തില്ലായിരിക്കും, അപ്പന്മാർക്ക് അറിയത്തില്ലായിരിക്കും, അത് അമ്മമാർക്കറിയാം. ഈ ഒരു കൊച്ചു കരയുവാണെങ്കിൽ ഒന്നുകിൽ അസുഖം ഉണ്ടായിട്ടാണ് കരയുന്നേ, അല്ലെങ്കിൽ വിശന്നിട്ടാണ് കരയുന്നേ. ഓരോ കാര്യങ്ങളും അതിന്റെ സമയത്ത് അതിന്റെ മാതാവിനും നല്ല പിതാവിനും അറിയാം. അപ്പോൾ മോശെ ഒരുപാട് ദിവസം ഒളിപ്പിച്ചു വെക്കാൻ നോക്കി. അത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ചതാണ്. ദൈവം പറഞ്ഞു ഒരിക്കലും നീ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഒരുത്തിനെ എഴുന്നേൽപ്പിക്കുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ഹല്ലേലൂയ. ആ കുഞ്ഞിനെ അവരെന്ത് ചെയ്തു? കൊല്ലുവാൻ ഒരുപാട് നോക്കി. ആര്? അവിടുത്തെ രാജാവ്. കൊല്ലാൻ സാധിച്ചില്ല. എന്നാൽ ഒളിപ്പിക്കാൻ ഒരുപാട് ആരും നോക്കി. ഒളിപ്പിക്കാൻ ഒരുപാട് ആരും നോക്കി. കമോൺ, മാതാപിതാ. കൊല്ലാൻ ആരും നോക്കി? കൊട്ടാരം നോക്കി. കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ഒളിപ്പിക്കാൻ ആരും നോക്കുന്നു? അടുത്തിരിക്കുന്നത് പറഞ്ഞ ഒളിപ്പിക്കണ്ട, ഒളിപ്പിക്കണ്ട, പ്രൊട്ടക്ഷൻ മേളിന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പ്രൈസ് ദി ലോർഡ്. ഒളിപ്പിച്ച് കുറച്ചുനാൾ ഒളിപ്പിച്ച് നോക്കി. പിന്നെ ഇത് സാധ്യമല്ല എന്ന് അറിഞ്ഞെന്ത് ചെയ്തു? വെളിയിൽ വന്നു, പുറത്തു വന്നു. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ. നമ്മൾ ഒരു എത്ര കാര്യം മൂടി വെച്ചാലും ഒരിക്കലും എന്ത് ചെയ്യും? ഇത് പുറത്തു വരും, ഇത് പുറത്തു വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് അറിയോ? പുറത്തു വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എവിടെ? എവിടെ? അകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന്. പുറത്തു വരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ അകത്ത് ചെയ്യാൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ നമ്മുടെ മേലുണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, ഏത് വിഷയത്തിലെ ഏത് ഭാഗത്താണ് ഞാൻ പറയുന്നത് അറിയാമോ? ഏത് ഭാഗത്താണ്? അതും മറന്നുപോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരച്ചിലൊക്കെ വെളി വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞു വന്നതിന്റെ കാര്യം പ്രൈസ് ദി ലോർഡ്. ഈ മഗ്ദലക്കാരത്തി മറിയ എന്റെ യേശുവിനെ എനിക്ക് കാണണം, കരഞ്ഞുകൊണ്ട് നിൽക്കുക. യേശു ചോദിച്ചു. ദൂതന്മാർ അവിടെ വന്നു. കരയുന്നവരുടെ അടുത്ത് ദൂതന്മാർ വന്നു. ദൂതന്മാർ വന്നിട്ട് പ്രൈസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ യേശു അവിടെ പുറകെ നിൽപ്പുണ്ടായിരുന്നു. അടുത്ത് നിൽക്കുന്നത് പറ, യേശു നിന്റെ പുറകിലുണ്ട്, പക്ഷെ നീ യേശുവിനെ കാണുന്നില്ല. യേശു അവിടെ പുറകിലുണ്ടായിരുന്നു. ദൂതന്മാർ സംസാരിക്കാൻ തുടങ്ങി. യേശു അവിടെ പുറകിൽ നിൽപ്പു. എന്നാലോ യേശു പുറകിൽ നിൽക്കുന്നു എന്ന് ആരറിഞ്ഞതുമില്ല. ഈ മഗ്ദലക്കാരത്തിലുള്ള സ്ത്രീ അറിഞ്ഞതുമില്ല.
അപ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തിനായി കരയുന്നേ? യേശുവിന്റെ ഒരു ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? നമ്മൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി നമ്മൾ കരയില്ലേ? നമ്മൾ കരയുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാ, അല്ലേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാ നമ്മൾ കരയുന്നത്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കരയുന്നത്. എന്നാൽ എവിടെ കരഞ്ഞത് അവളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. എനിക്ക് എന്റെ യേശുവിനെ കാണണം. ഞാൻ അനുഭവിച്ചറിഞ്ഞവൻ, അവന്റെ വിടുതൽ അനുഭവിച്ചവനാണ് ഞാൻ. അവനെ കാണണം, എനിക്ക് എടുത്തോണ്ട് പോകണം, കാണണം. പിന്നെ അടുത്ത ചോദ്യം യേശു ചോദിക്കുകയാണ്, നീ ആരെ തിരയുന്നു? യേശുവിന് അറിയത്തില്ലേ? ഇവിടെ വന്ന് തിരയണമെന്നുണ്ടെങ്കിൽ സകല ഹൃദയങ്ങളെയും നന്നായി അറിയുന്ന യേശുവാണ്. യേശുവിന്റെ അടുത്ത ചോദ്യം, ആരെ തിരയുന്നു? എന്താ ചോദിച്ചതറിയാമോ? ചോദിക്കുന്ന ചോദ്യത്തിന് യഥാർത്ഥമായുള്ള ആൻസർ പണ്ട് യാക്കോബിനോട് ചോദിച്ചിട്ടുണ്ട് കൂട്ട്. അപ്പന്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. എന്നാൽ യാക്കോബ് കടക്കരയിൽ വെച്ച് ദൂതം വിളിച്ച് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സത്യം പറഞ്ഞു. അടുത്തേക്ക് പറഞ്ഞാട്ട്, ഒരിക്കൽ ഒരിടത്ത് ഉപായം കാണിച്ചാൽ വേറൊരിടത്ത് പിടിക്കുമെന്ന് പറഞ്ഞാട്ട് ഒരു ഹല്ലേലൂയ പറ. അപ്പന്റെ അടുത്ത് ഉപായം കാണിക്കാം. ഈ ഹെവൻലി ഫാദറിന്റെ അടുത്ത് കളിപ്പിന് നടക്കും. സോറി, ഈ എർത്തിലി ഫാദറിന്റെ അടുത്ത് കളിപ്പിന് നടക്കും. ഹെവൻലി ഫാദർ ഹല്ലേലൂയ വെറുതെ വിടത്തില്ല, വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. സൈമർമനെ പറഞ്ഞത് ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ കോപത്തോട്, നമ്മൾ പറയുന്നത് കോപത്തോട് എന്നെ എന്ത് ചെയ്യരുത്? ശിക്ഷിക്കരുത്. കോപത്തോട് ശിക്ഷിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല, നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. ചോദിക്കുന്ന ചോദ്യം, എന്തിന് കരയുന്നു? ഈ ആരെ തിരയുന്നു? ഹല്ലേലൂയ. അങ്ങനെ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആർക്ക് പ്രത്യക്ഷനായി യേശു കർത്താവ് ഈ മദ്ദലക്കാരത്തിൽ പറയുക. ഏകദേശം 12 പ്രാവശ്യം പലയിടത്തായി പലർക്കായി യേശു പ്രത്യക്ഷനായി. ആവശ്യങ്ങളുടെ മുഖത്ത്, സംശയങ്ങളുടെ മുഖത്ത്, സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്ന ശിഷ്യന്മാരല്ല ഒരിടത്ത് ഒരു മുറിക്കകത്ത് അടച്ച് ഇരിക്കുകയാണ്. ആരെ പേടിച്ച്? യഹൂദന്മാരെ പേടിച്ച്. യേശു പോയി, ഇനി ആരുണ്ട്? അവിടെ യേശു ഇറങ്ങി വന്നു. അവരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റവനായി യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സമാധാനമില്ലാത്തവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവരുടെ നടുവിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ യേശു പ്രത്യക്ഷനാകുന്നത് നിങ്ങളുടെ അവസ്ഥയെ അറിഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നത് ഇന്ന് രാത്രി? ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ് ഹല്ലേലൂയ ഒരു വ്യവസ്ഥയും നോക്കാതെ ഹല്ലേലൂയ കടന്നു വരുന്നവരാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് അറിയണം, ഹല്ലേലൂയ, നമ്മുടെ ഈ ഇഹലോകത്തിലുള്ള സൗഖ്യം മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഒരു സൗഖ്യം മാത്രമല്ല, ഒരു അനുഗ്രഹം മാത്രമല്ല നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ഹല്ലേലൂയ നാം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് ഹല്ലേലൂയ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, സമാധാനമില്ലാത്തവരുടെ അടുക്കൽ വന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവിടെ എത്ര പേരുണ്ടായിരുന്നു? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ? ഒരു പഠിപ്പിലൂടെ ആണ്. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? അതല്ല പറഞ്ഞു 10. തോമസ് ഞാനെന്തായാലും വന്നില്ല. തോമസ് എനിക്ക് അറിയത്തില്ല, എവിടെ പോയതൊന്നും എഴുതിയിട്ടില്ല. 10 ശിഷ്യന്മാരോട് ഉണ്ടായിരുന്നു. ഈ 10 പേരുടെ അടുക്കൽ എന്ത് ചെയ്തു? കർത്താവിനറിയാം ഈ തോമസിന് ഇച്ചിരി എന്നുള്ള ആളാണ്, ഇച്ചിരി സംശയമൊക്കെ ഉള്ള ആളാണ്. അടുത്തേക്ക് പറഞ്ഞിട്ട് തോമസിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മുടെ സംശയത്തിനായി സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും തോമസ് ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ തോമസ് ഉണ്ടല്ലേ? നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലെന്നോ? അത് നല്ലതാ കേട്ടോ, സംശയമില്ലാത്ത നല്ലതാ. കാരണം ഞങ്ങൾക്ക് പിശാച് ആദ്യം തോപ്പിച്ച എവിടെന്നറിയാവോ?
സംശയത്തിലാണ് ആദ്യം പിശാച് തോൽപ്പിച്ചത്. എന്താ ചോദിച്ചേ? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഇത് തിന്നരുതെന്ന്? ഒറ്റ ചോദ്യത്തില് ഭയങ്കര സംശയം. സഹോദരന്മാരെ സംശയ രോഗം മാറണം. സംശയം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹല്ലേലൂയ. ഈ സംശയം ആര് കൊണ്ടുവരുന്ന അറിയോ? പിശാച് കൊണ്ടുവരുന്ന. വാസ്തവമായി കൽപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ ഒരു ചെറിയ പറഞ്ഞായിരുന്നു അങ്ങനെ. വാസ്തവമായി ഇതാ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അപ്പോൾ പിശാചിന് എന്താ ഉള്ളത്? സിംഗുലർ അല്ല. ഒന്നി പറ്റിയില്ലെങ്കിൽ പിശാച് വേറെ നോക്കും, അതിൽ പറ്റിയില്ലെങ്കിൽ വേറെ പിടിക്കും. നമ്മുടെ ബലഹീന വശത്തെ നന്നായി ആർക്കും അറിയാം? പിശാചിനറിയാം. നമുക്ക് നമ്മുടെ ബലഹീന വശം അറിയാം, എവിടെ വീക്ക്നസ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പിശാചിനും അറിയാതെ. അവിടാണ് ആര് കയറി പിടിക്കുന്നത് അറിയാമോ? പിശാച് കയറി പിടിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ഈ അമാലേക്കർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാണ്. അവരുടെ പരിപാടി എന്താണെന്നറിയോ? പുറകെ നിന്ന് കുത്തുവര് ഇടുന്നു പുറകില്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, യമാനെ നശിപ്പിക്കാൻ പോകുമ്പോ അവനെ മൊത്തത്തിൽ നശിപ്പിച്ചേക്കണം. അവനോട് പറഞ്ഞു നശിപ്പിക്കുമെന്ന്. യമാനെ ഈ നമ്മ ദൈവജനത്തിന്റെ പുറകിൽ നിന്ന് കുത്തി 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 ഒരുപാട് നമ്മുടെ ബലഹീനതകളെ പിടിച്ച് ചോദ്യം ചെയ്ത് നശിപ്പിക്കുന്ന ഒരു കൂട്ടുകാർ. ഹല്ലേലൂയ. അവനെ ഒന്നിനെ വെച്ചേക്കരുത്. അവര് വിചാരിച്ചു കുറച്ച് നല്ലത് ഇരിപ്പുണ്ട്, കുറച്ച് നല്ലതൊക്കെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, കൊള്ളാം. യഹോവയ്ക്ക് അതൊന്നും വേണ്ട. അടുത്തിരിക്കുന്ന പറഞ്ഞ കുറച്ച് നല്ലതൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നോട്ട് ദൈവം പറഞ്ഞതുപോലെ കേട്ടോണെന്ന് പറ. നല്ലതൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നോട്ട്. യഹോവയ്ക്ക് അതൊന്നും വേണ്ട. പ്രൈസ് ദി ഹല്ലേലൂയ. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇതാര് പറഞ്ഞു? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ കൂടെ വന്ന ആൾക്കാരുണ്ടല്ലോ, ദൈവം തന്ന ജനം പറഞ്ഞു കുറച്ചെടുത്തോളാൻ. ഇതെവിടെ തുടങ്ങിയെന്ന് ഈ ബ്ലെയിം ഗെയിം എവിടെ തുടങ്ങിയത്? അങ്ങ് തുടങ്ങിയത്. ഹല്ലേലൂയ. ഓരോരുത്തരെ ബ്ലെയിം ചെയ്യാൻ. ഇത് ദൈവത്തിനോട്, കർത്താവേ എനിക്ക് ആരും ബ്ലെയിം ചെയ്യാൻ ഞാനില്ല. ഞാൻ ചെയ്ത കുഴപ്പം, ഞാൻ ചെയ്ത കുറ്റം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തുറന്നു പറയുക. ഹല്ലേലൂയ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അങ്ങ് സ്നേഹിക്കുന്ന ദൈവമാണ്, അങ്ങ് എന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. കുറവുകളെ ഓർക്കരുത്. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാനൊന്നും കണ്ടു കഴിഞ്ഞാലും മുഖത്തില്ല, എനിക്ക് യേശുവിന്റെ കണ്ടേ പുള്ളി വിശ്വസിക്കുന്നു, പുള്ളിക്കൊന്ന് തൊടണം, ആണിപ്പഴുതിന്റെ കരുത്തിലൊന്ന് തൊടണം. അതിനുവേണ്ടി ഒരു സംശയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്നു യേശു. ഇറങ്ങി വന്നു. കർത്താവിന്റെ സ്നേഹം നോക്കിയേ. വിഷമിച്ചിരിക്കുന്ന 10 ശിഷ്യന്മാരുടെ അടുക്ക് ഇറങ്ങി വന്നു. പിന്നെ തോമസ് ഉള്ളപ്പം 11 പേരുടെ അടുക്കൽ എന്ത് ചെയ്തു? യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ സംശയം കൂടെ മാറട്ടെ. പിന്നെ യേശു ഇറങ്ങി വന്നു. എവിടെന്നറിയാമോ? എല്ലാം ലോസ്റ്റായി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നുമില്ല, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. തിബിരിയാസ് കടൽക്കരയിൽ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവരുടെ അടുക്കൽ യേശു ഇറങ്ങി വന്നു. യേശു ചിന്തിച്ചില്ല, എന്നെ വിട്ടുപോയ പത്രോസാണത്, എന്റെ വിഷമഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസാണത്. അതാണ് യേശുവിന്റെ സ്നേഹം. യേശു അവിടെ ഇറങ്ങി വന്നു.
എന്നിട്ട് യേശു അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിളിക്കുന്ന ഒരു വിളിയുണ്ട്, ചിൽഡ്രൻസ്. ആ 7 പേരുടെ അടുക്കലും യേശു വന്നു. ആ 7 പേരുടെ അടുക്കൽ, ആ 7 പേര് എങ്ങനെയുള്ളവരാണെന്നറിയാമോ? എങ്ങനെയുള്ളവരായിരുന്നു 7 പേര്? ഞാൻ ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണമായിരുന്നു നേരത്തെ. ഹല്ലേലൂയ. 7 പേര് എങ്ങനെയുള്ളവരെന്നറിയോ? ഹല്ലേലൂയ. യേശു പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് പഴയ പണിക്ക് വേണ്ടി പോയ 7 പേര്. 7 പേരുടെ അടുക്കലും യേശു ഇറങ്ങി വന്നു. അവർ പിന്മാറ്റം മനസ്സിലാക്കാതെ, പിന്മാറ്റത്തെ ഹല്ലേലൂയ പ്രൈസ് ഒന്നും ഓർക്കാതെ യേശു അവരുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ചിൽഡ്രൻസ്, കുഞ്ഞുങ്ങളെ. കർത്താവിനെ വിളി നോക്കി, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നല്ലതുണ്ടോ? യേശുവിനറിയാം അവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്. അവരുടെ ഫെയിലിയേഴ്സ് യേശുവിനറിയാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഫെയിലിയേഴ്സ് അറിയാവുന്ന യേശു, നമ്മുടെ ഇല്ലായ്മ അറിയാവുന്ന യേശു ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്നവനായ യേശു. ആ emptiness ഫുൾനെസ് ആക്കി യേശു കൊടുത്തു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. അതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം. ഹല്ലേലൂയ. അവിടെ ഇറങ്ങി വന്നിട്ട് പ്രൈസ് ലോർഡ് അവരുടെ ലൈഫ് എന്ത് ചെയ്യാണ്? റിസ്റ്റോർ ചെയ്യുന്നു. അവരുടെ ലൈഫ് റിസ്റ്റോർ ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ ലൈഫ് റിസ്റ്റോർ ചെയ്യും. നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ഇല്ലായ്മയെ നല്ലതുപോലെ അറിയാവുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ശൂന്യതകളെ മാറ്റുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അടയാളങ്ങളുടെ ആരംഭമായി പ്രൈസ് ലോർഡ്, അടയാളങ്ങളുടെ ആരംഭമായി ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കാനയിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇല്ലാത്തതിനെ, ശൂന്യമായിരുന്നതിനെ ഹല്ലേലൂയ അത് നിറച്ച് സന്തോഷമാക്കിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ആ കർത്താവ് നമ്മളെ അറിയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തൊരു ചോദ്യം യേശു ചോദിക്കുന്നു പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ആ ചോദ്യം ഇതാണ് പ്രൈസ് ലോർഡ്, പത്രോസേ, ഇതിലധികമായി, ഇതിലധികമായി, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇവയിലധികമായി പ്രൈസ് ലോർഡ് നീ എന്നെ സ്നേഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ചെയ്തേക്കാം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിന്റെ സ്നേഹം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ആ അപ്പിയറൻസ്, ആ കർത്താവ് ആവശ്യങ്ങളുടെ അടുക്കൽ ഇരുന്ന ആളുകളുടെ അടുക്കൽ ഇറങ്ങി വന്നു പ്രൈസ് ലോർഡ്. ഏത് ആവശ്യത്തോടെ അവരായിരുന്നു അവരുടെ അടുക്കൽ ഇറങ്ങി വന്നു പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രൈസ് ലോർഡ് സഹോദരങ്ങളെ, സഹോദരിമാരെ പ്രൈസ് ലോർഡ്, നിങ്ങൾ ഏത് ആവശ്യവുമായി ഇന്ന് പകൽക്കാലമായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഏത് ആവശ്യമാണെങ്കിലും പ്രൈസ് ലോർഡ്, തലമുറകളെ ചൊല്ലിയുള്ള ഭാരമാണോ ഹല്ലേലൂയ, കടഭാരത്താൽ നിറങ്ങുകയാണോ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇറങ്ങി വരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പിശാച് നന്മകളെ തടയുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം നടത്തുന്നു. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ദൈവത്തിൽ വചനത്തിൽ ഉറപ്പുള്ളവരായി ചെയ്യുവാൻ ഹല്ലേലൂയ, ആ വചനത്തിൽ ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നന്മയും പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ കുറവുകളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രൈസ് ലോർഡ് സ്വഭാവം ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പ്രകാരം പറയുന്നു, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഈ ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ കർത്താവ് ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം പ്രൈസ് നിങ്ങളുടെ ആവശ്യങ്ങൾ മേൽ ഇറങ്ങി വരുന്ന കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട് പ്രൈസ് ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിൽ നിൽപ്പുണ്ട് പ്രൈസ് ഹല്ലേലൂയ പ്രൈസ്. യേശുവിന്റെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഇപ്പൊ നേരം ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഇപ്പൊ നേരം നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. പ്രൈസ് ലോർഡ്. ഇത്രമാ സ്നേഹത്തെ എത്ര ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ.
എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി വന്ന് ഫ്രൈസ് പലതും തർക്കിച്ചും പറഞ്ഞുകൊണ്ട് യാത്രയാകുമ്പോൾ അവരുടെ അടുക്കൽ യേശു കൂടെ നടക്കുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം അവർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. യേശുവിനെ കാണാതെ കൊണ്ട് അവർ കണ്ണ് നിരോധിച്ചിരുന്നു. ഹല്ലേലൂയ. യേശു മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ അവർ വീട്ടിലേക്ക് ക്ഷണിക്കുവാനിടയായി തീർന്നു. വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ഒരു ടേബിൾ ഒരുക്കി പ്രൈസ് ദി ലോർഡ് അപ്പം കൊണ്ടുവന്ന് ഹല്ലേലൂയ മുറിച്ചു ഫെലോഷിപ്പ് തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവരുടെ കണ്ണുകളെ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ യേശു നമ്മുടെ രക്ഷകനാണ്. ഈ യേശു നമ്മുടെ വെളിച്ചമാണ്. ഈ യേശു ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ രക്ഷയാണ്. അവൻ നമ്മുടെ ജീവന്റെ ബലമാണ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ ഷായിച്ച മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഹല്ലേലൂയ